നമ്മളിപ്പോൾ ഒരു തുണിക്കടയിൽ പോയി ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുന്ന പോലെയാണ് പ്രണയബദ്ധരാകുന്ന എല്ലാവരും. പോട്ടെ. കൊറോണ ടൈംസിൽ നമുക്ക് ആളുകൾക്ക് ഡ്രസ്സ് ഇല്ലാത്ത സമയത്ത് ഓരോ ക്യാമ്പ് നടത്തിയിട്ട് ഉടുപ്പുകളും ഓ, ഷർട്ടും പാൻറ്റും ഒക്കെ കൊടുത്തു. നമുക്ക് കൃത്യ അളവൊന്നും അല്ലല്ലോ കിട്ടിയത്. ഏതെങ്കിലുമൊക്കെ ഡ്രസ്സായിരിക്കും കിട്ടുക. അതെ അതെ. അത് നമുക്ക് അളവില്ലാത്ത കുപ്പായം ഇടുന്ന പോലെയാണ് പ്രണയിതാക്കളെല്ലാം. പിന്നെ നമ്മളത് ഓൾട്ടർ ചെയ്ത് നമ്മുടെ അളവിലേക്ക് ആക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. പക്ഷെ വളരെ ശാന്തമായി സൗമ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രണയങ്ങളുണ്ടല്ലോ. വളരെ അപൂർവമായിട്ടുണ്ട്. ഉം. പക്ഷെ അതിലൊരാള് തീർച്ചയായും അയാളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ലായിരിക്കും. കാരണം ഉം. അതായത് ഒരു 2 പേര് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണെന്ന് വിചാരിക്ക്. അല്ലെങ്കിൽ 2 പേര് തമ്മിൽ തീരെ വഴക്കില്ലാണ്ട് ഇപ്പൊ ഒരു ഒരു ഉം. ഒരു വർഷമായിട്ട് പ്രണയിതാക്കൾക്കിടയിൽ ഒരു വഴക്കുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഉം. ഒന്നില്ലെങ്കിൽ ആ പ്രണയത്തിലുള്ള ഒരാൾ പൊട്ടനായിരിക്കണം. ഉം. അതല്ലെങ്കിൽ ഒരാൾ ഒന്നും തുറന്നു പറയുന്നുണ്ടാവില്ല. അതായത് എല്ലാം സഹിക്കുന്നുണ്ട്. എല്ലാം സഹിക്കുന്നുണ്ടാവും. ഉം. ഉം. അതല്ലെങ്കിൽ തീർച്ചയായും അടിപൊട്ടില്ല. കാരണം 2 വീടുകളിൽ നിന്ന് വരുന്ന 2 വ്യത്യസ്ത ചിന്താഗതികളുള്ള വ്യക്തികൾ ഒന്നിച്ചു ചേരുമ്പോൾ തീർച്ചയായും അടി പൊട്ടേണ്ടതാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉണ്ടാവും. ഉണ്ടാവണം. കാരണം പ്രശ്നം ഉണ്ടായാലാണ് അവിടെ യഥാർത്ഥ സ്നേഹമുള്ളൂ. കാരണം ആ പ്രശ്നം കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ചു വന്ന് പൂർവാധിക ശക്തിയോടെ സ്നേഹിക്കാനാവണം. തെറ്റുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഇംപെർഫെക്ഷൻസോടു കൂടി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാള്. അതൊരു ഭാഗ്യാണ് ട്ടാ.